ഇത് 2 ദിവസം മുന്നേ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നടന്ന സംഭവമാണ്. എന്തോ സ്വത്ത് തുറക്കത്തെ ചൊല്ലി നടന്ന ഒരു തർക്കത്തില് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തി ഒരു 18 വയസ്സുള്ള ഒരു മോളെ. നമ്മള് സംസാരിക്കാൻ വന്ന അതിനെപ്പറ്റിയൊന്നുമല്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിലൊരു ന്യൂസ് റിപ്പോർട്ടർ 24 ചാനലിലെ ന്യൂസ് റിപ്പോർട്ടർ ചെയ്ത ഒരു ന്യൂസാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഹിൽടോപ്പിലുള്ള ജുമൈലയുടെ വീട്, ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പൂർണ്ണമായും കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഈ ന്യൂസ് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് അവിടുത്തെ രംഗം നമുക്ക് കാണിച്ചു തരാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ള രംഗമാണ് അവിടുത്തെ. എന്നിട്ടാണ് ആ കൊച്ചിന്റെ പെങ്ങൾ അവിടെ നിന്നപ്പം, സഹോദരി അവിടെ നിന്നപ്പോൾ അവൻ മയക്കും കൊണ്ട് പോണത്. എന്താണ് അവിടെ നടന്നതെന്ന് വിശദീകരിച്ച് തരാമോന്ന്. എടാ, അവിടെ ആ മരിച്ചു കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ സഹോദരിയാണ്. ആ കൊച്ചിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം അതിന്റെ അച്ഛനും. നിനക്കൊക്കെ റേറ്റിംഗും കോപ്പും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക. അല്ലെങ്കിൽ ഇതാണ് മാധ്യമധർമ്മം. ഇപ്പൊ ആരാന്റെ വീട്ടിൽ ഇപ്പം എന്ത് നടന്നാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും നടന്നെങ്കിലേ നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ പൊള്ളുകള്. ഇപ്പം ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടുകയാണെങ്കിൽ ആരാന്റെ കോണാൻ വരെ കഴുകി കൊടുക്കാനും ഇവിടെ ഉള്ള മാധ്യമത്തിനൊന്നും ഒരു പ്രശ്നമില്ല. 24 ന്യൂസ് അല്ലേ, ഇതെല്ലാം അതിൻ്റെ അപ്പുറം കാണിക്കും. ഇപ്പോൾ ഒരാളെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരാഴ്ച മുന്നേ വരെ അവനെ ഊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ അവനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതായിരിക്കും മാധ്യമധർമ്മം.